2022 വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നുമില്ലല്ലോ? വാറണ്ടി നിലവിലിപ്പോൾ മാനുഫാക്ചറിംഗ് വാറണ്ടി അവൈലബിൾ ആണ്. അത് പോരാതെ എത്ര വരെ? 2026 വരെ ഉണ്ട്. 26 എത്ര മാസം വരെ? 26 11 മാസം വരെ അല്ലേ? അതെ അതെ അതെ, 11 മാസം വരെ വാറണ്ടി ഇപ്പോൾ അവൈലബിൾ ആണ്. കമ്പനി വാറണ്ടി തന്നെ ഉണ്ട്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. നെക്സോൺ XZ-ലാണ് വരുന്നത്. XZ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസൽ വേരിയന്റ്. ഡീസൽ ഏതാ മോഡല്? മോഡൽ വരുന്നത് 2020 മോഡൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ എന്തായാലും 2 ഇയർ വാറണ്ടി ലഭിക്കുന്നുണ്ട്. 18-20 റേഞ്ച് മൈലേജ് ആണ് ഹൈലൈറ്റ് അല്ലേ? എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയുള്ള വാറണ്ടിയുള്ള കാറുകൾ നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്ന സ്ഥലമാണ് കാർ ആൻഡ് ബൈക്ക്. നമ്മൾ കോഴിക്കോട് ഫറൂഖുള്ള കാർ ആൻഡ് ബൈക്ക് സെലക്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് ജിഷ്ണുവിനെ സ്വാഗതം ചെയ്യാം. ജിഷ്ണു വന്നോളൂ. സ്വാഗതം. സുഖമല്ലേ? സുഖം. ഓക്കെ, എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബിസിനസ്? കുഴപ്പമില്ല. കഴിഞ്ഞ വർഷം നന്നായിട്ട് പോകുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. അതെ അതെ അതെ. ഓക്കെ, ഈ പ്രാവശ്യം എന്താ സ്റ്റോക്കിൻ്റെ അവസ്ഥ? സ്റ്റോക്ക് കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഇട്ടിട്ട് കുറച്ചും കൂടെ വണ്ടികൾ യാർഡിലുണ്ട്, വരാനുണ്ട്. സ്റ്റോക്ക് ഉണ്ട്. ഓൾ കേരള സ്റ്റോക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് നമുക്ക് കയറി വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ അത്യാവശ്യം സ്പേസ് കുറച്ച് കുറവുണ്ട് ഇവിടെ, അതുകൊണ്ട് യാർഡിലും വണ്ടി യാർഡിലേക്കാണ് വണ്ടി മാറ്റിയിട്ടേക്ക്. ഓക്കെ, മൊത്തം എല്ലാ സെഗ്മെന്റും കാണിക്കണ്ടോ നമ്മളിത്? അല്ലേ, നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ കുറച്ച് ചെറുവണ്ടികളും കൂടുതലായിട്ട് വണ്ടികൾ വന്നിട്ടുണ്ട്, അത് കാണിച്ചെന്ന് വെച്ചിട്ട്. ഓക്കെ, അതിൽ തന്നെ വാറണ്ടി ലഭിക്കുന്നതും നമുക്ക് അറിയാലോ, 2 കൊല്ലത്തെ വാറണ്ടിയാണ് വരുന്നത്. 2 ഇയർ വാറണ്ടി. അത് 5 വർഷത്തിനുള്ളിൽ വരുന്ന വാഹനങ്ങൾക്ക് 2 ഇയർ വാറണ്ടി. അതിന്റെ മുകളിലോട്ട് 7 വർഷം വരെ 1 ഇയർ അല്ലേ? അതെ അതെ. ഓക്കെ, റോഡ് സൈഡ് അസിസ്റ്റ് അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും കാർ ആൻഡ് ബൈക്കിനെ പറ്റി. ഭയങ്കര ഫസ്റ്റേഴ്സിന്റെ കാർ ആൻഡ് ബൈക്കാണ്. അപ്പോൾ ആ ക്വാളിറ്റി അവർ ചെക്ക് ചെയ്തിട്ട് തന്നെ ഉറപ്പ് വരുത്തിയിട്ട് എടുക്കുന്നതാണ് വാഹനങ്ങൾ. ഓൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ഓൾ ഇന്ത്യ ബാക്കിയുള്ള ഡീലർഷിപ്പ് വെക്കുമ്പോൾ 1 ഇയർ വാറന്റിയാണ് കൊടുക്കുന്നത്. നമ്മൾ മൾട്ടി ബ്രാൻഡാണ് കൊടുക്കുന്നത് 2 കൊല്ലത്തെ വാറന്റി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇവരെ തന്നെ ചെക്ക് ചെയ്ത് സർട്ടിഫൈ ചെയ്ത വണ്ടികളാണ്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വന്നെടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഇവിടുത്തെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുനോക്കാം. വിലയൊക്കെ എങ്ങനെ മാക്സിമം മുട്ടിച്ചിട്ടുണ്ടോ? മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഓക്കെ, എന്തായാലും വീഡിയോ പറയുന്ന വിലനെക്കാട്ടും ഓക്കെ. ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ഫറൂഖിൽ ഇറാം മോട്ടോഴ്സിൻ്റെ മഹീന്ദ്രയുടെ ഇറാം മോട്ടോഴ്സിൻ്റെ ഷോറൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കാണുമല്ലോ, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ആദ്യ വാഹനം ഒരു വൈറ്റ് കളർ സോണറ്റാണ്. ഫസ്റ്റ് ഷേപ്പ് KL9 പാലക്കാട് രജിസ്ട്രേഷൻ വണ്ടി. എന്തെങ്ങനെയാണ് ബ്രോ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. HTH വേരിയന്റ് വരുന്നത്. പിന്നെ സിംഗിൾ ഓണർ വണ്ടി 38,000, വെറും 38,000 ഇവിടെ ഡീസൽ വണ്ടി. 38,000 ഡീസലാണ്. 21 മോഡലിൽ ലോ കിലോമീറ്റർ ആണ്. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ ലോ കിലോമീറ്റർ ആണ്. 2 ഇയർ വാറണ്ടി കൊടുക്കുന്നത്. 2 ഇയർ വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് വെറും 9,10 ആണ്. 9,10,000 രൂപയ്ക്ക് HTX. ഇതിൻ്റെ മുകളിലോട്ട് X+ GT ലൈൻ. പക്ഷേ ഇതിൽ തന്നെ അലോയ്സ്, പുഷ് ബട്ടൺ അങ്ങനത്തെ ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഡീസലാണ്. മൈലേജ് 20ന്റെ മുകളിൽ തന്നെ ചിലപ്പോൾ മൈലേജ് കിട്ടുന്നുണ്ട് അല്ലേ? ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ലോൺ എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? ലോൺ നമ്മൾ 90% വരെ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 90% ചെയ്ത് കൊടുക്കാം. ബാക്കി RS എന്ന് പറയുന്നത് എല്ലാ വണ്ടിക്കും കിട്ടും കേട്ടോ. ഏത് മോഡലായാലും RS കിട്ടും, റോഡ് സൈഡ് അസിസ്റ്റ്. അതെ അതെ, അതെല്ലാ വണ്ടിക്കും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വാറണ്ടിയിലുമാണ്, ലോ കിലോമീറ്ററാണ്. നിങ്ങൾക്ക് താല്പര്യമാണ് എന്തായാലും വിളിച്ചോ. നല്ല മൈലേജിൽ ഇതാ ഒരു കോമ്പാക്ട് SUV. അടുത്ത വണ്ടി വീണ്ടും ഇതാ കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ടാറ്റ നെക്സോണിന്റെ സെക്കൻഡ് ഷേപ്പ് KL4 ആലപ്പുഴ രജിസ്ട്രേഷൻ വണ്ടി അല്ലേ? അതെ അതെ, നല്ല നീറ്റ് വണ്ടിയാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. നെക്സോൺ XZ-ലാണ് വരുന്നത്. XZ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഡീസൽ വേരിയന്റ്. ഡീസൽ ഏതാ മോഡല്? മോഡൽ വരുന്നത് 2020 മോഡൽ. 20 പുഷ് ബട്ടണും അലോയും ഇല്ലല്ലോ? ഇല്ല, പുഷ് ബട്ടൺ അലോയും വരുന്നില്ല. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. XZ ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനുവൽ അല്ല? അതെ അതെ അതെ, മാനുവൽ ഡീസൽ അല്ലേ പറഞ്ഞേ? മാനുവൽ ഡീസൽ. അതെ അതെ, ഡീസൽ. അങ്ങനെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജ് ഉണ്ടാവും. 18-19 ആ റേഞ്ച് മൈലേജ് കിട്ടും. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 66,000 കിലോമീറ്റർ ഓട്ടമുള്ള വണ്ടിയാണ്. നോർമൽ ഓട്ടം തന്നെ, വലിയ ഓട്ടം കൂടുതലൊന്നുമില്ല. ഓക്കെ, സിംഗിൾ ഓൺഷിപ്പ്. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമ്മൾ 6,400 ചോദിക്കുന്നത്. 6,25,000 രൂപയ്ക്ക് 2020 മോഡല് XZ ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. പ്രോപ്പർ മെയിൻ്റെയിൻ അല്ല? ഇല്ല. ഓക്കെ, ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ചെറിയ സെഗ്മെന്റ് പഴയ ഷേപ്പ് ഫോർഡ് ഫിഗോ ആണ്. KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2012 ഫിഗോ EXI ആണ്. ഓക്കെ, ഇത്
2 ഡോർ പവർ വിൻഡോ വരും ഈ സൈഡ്. 2 ഡോർ പവർ. ഓക്കെ. തേർഡ് ഓണർഷിപ്പ് ആണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 90,000 രൂപ. ഏതാ, ഡീസലോ പെട്രോളോ? ഡീസലാണ്. 2012 അല്ലേ? അതെ. 1.90 ഇപ്പോൾ ചോദിച്ചേ? അല്ലല്ല, 90,000 ആണ് ചോദ്യം. 90,000. ഞാൻ പെട്ടെന്ന് 1 കിട്ടും. 90,000 രൂപയ്ക്ക് 2012 ഡീസൽ ഫിഗോ കൊണ്ടുപോകാൻ. തേർഡ് ഓണർഷിപ്പാണ്. എത്ര ഓട്ടം കാണിക്കുന്നത്? എത്രയാ? 1.30. സർവീസ് ഉണ്ടോ? സർവീസ് അങ്ങനെ അല്ല, കമ്പനി ഇതല്ല, മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. വേറെ സൗണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് വാറണ്ടി കാര്യമൊന്നും കിട്ടൂല, പഴയ വണ്ടിയാണ്. അപ്പോൾ ചെക്ക് ചെയ്തെടുക്കുക, അത്ര തന്നെ ഉള്ളൂ. ഓക്കെ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ക്ലെയിമർ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ. 90,000 അല്ലേ? 90,000 രൂപയ്ക്ക് 2012 ഡീസൽ ഫിഗോ. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പക്ഷേ ഫിഗോ ഡീസൽ കുറച്ച് മെയിൻ്റനൻസ് ഉണ്ടാവും, അത് നോക്കി കണ്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ. അത് ഇതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ അങ്ങനെ തന്നെ എടുക്കുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. അടുത്ത വണ്ടി. അടുത്തത് പ്രീമിയം SUV സെഗ്മെന്റ് ജീപ്പ് കോമ്പസ് ആണ്. KL 11 വണ്ടി തന്നെ, കോഴിക്കോട് വണ്ടി തന്നെയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ജീപ്പ് കോമ്പസ് ലോഞ്ചിറ്റ്യൂഡിലാണ് വരുന്നത്. ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓപ്ഷൻ അല്ലേ? ഓക്കെ. സ്പോർട്ട്, ലോഞ്ചിറ്റ്യൂഡ്, ലിമിറ്റഡ് പ്ലസ് അങ്ങനെ വരും. ഓക്കെ. ഇതിൽ ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ മോഡൽ ഏതാ പറഞ്ഞത്? 2017 സിംഗിൾ ഓണർ വണ്ടിയാണ്. 66,000 ഓടിയിട്ടുള്ളൂ. ഡീസലോ പെട്രോൾ? ഡീസൽ. 17 സിംഗിൾ ഓണർ, 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വണ്ടി. ഒരു ലോങ് ഒക്കെ ആണെങ്കിൽ ഒരു 16-17 വരെയൊക്കെ മൈലേജ് കിട്ടും. ഓക്കെ. ടൗണിലൊക്കെ ആണെങ്കിൽ ഒരു 11-12 ആ റേഞ്ച് കിട്ടും. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്ലീൻ പീസ് വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ തന്നെ. ഓക്കെ. 2017 ലോഞ്ചിറ്റ്യൂഡാണ്. ഓക്കെ. ഡീസൽ എത്രയാണ് ചോദിക്കുന്നത്? ഇനിയിപ്പോൾ നമ്മൾ 8,400 ചോദിക്കുന്നത്. 8,25,000 കുറച്ച് കൊടുക്കാം റേറ്റ്? ചെയ്ത് കൊടുക്കാം. 8,4 ലക്ഷത്തിന് 2017 ലോ കിലോമീറ്റർ. ആ ഡീസൽ വണ്ടിയെ സംബന്ധിച്ചിട്ട് ലോ കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന പ്രോപ്പർ മെയിൻറ്റൈൻഡ് ജീപ്പ് കോമ്പസ് ആണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വിളിക്കാം. മാക്സിമം ലോണും കയറൂലേ? ലോണ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. 7 ലക്ഷത്തിന് മുകളിലോട്ട് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. 7 ലക്ഷത്തോളം നമുക്ക് ലോൺ കിട്ടും. ചാൻസ് ഉണ്ട്. അപ്പോൾ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇത്രയും വലിയൊരു വണ്ടി ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് അവരുടെ സ്വന്തം ബ്രാൻഡ് മഹീന്ദ്ര തന്നെയാണ്. മഹീന്ദ്ര XUV 700 KL 10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനം. ഇതെങ്ങനെയാണ് ബ്രോ ഡീറ്റെയിൽ? AX3 ആണ് വരുന്നത്. AX3 ബേസ് ഓപ്ഷൻ ആണ്. ഏതാ മോഡൽ വരുന്നത്? 2022 മോഡൽ. 2022 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 61,000 കിലോമീറ്റർ ഓട്ടം. ഡീസൽ അല്ലേ? ഡീസൽ വണ്ടിയാണ്. മൈലേജ് ഒരു 12-13 കിട്ടുമായിരിക്കും അല്ലേ? 12 റേഞ്ച് നോക്കിയാൽ 12 റേഞ്ച് കിട്ടും. ഓക്കെ. 7 സീറ്ററാണ് വരുന്നത്. ബേസ് ഓപ്ഷൻ AX3. 2022 വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നും ഇല്ലല്ലോ? വാറണ്ടി നിലവിലിപ്പോൾ മാനുഫാക്ചറിംഗ് വാറണ്ടി അവൈലബിൾ ആണ്. അത് പോരാതെ എത്ര വരെ? 2026 വരെ ഉണ്ട്. 26 എത്ര മാസം വരെ? 26 11 മാസം വരെ അല്ലേ? അതെ. 11 മാസം വരെ വാറണ്ടി ഇപ്പോൾ അവൈലബിൾ ആണ്. കമ്പനി വാറണ്ടി തന്നെ ഉണ്ട്. വേണ്ടെങ്കിൽ ഇവരുടെ വാറണ്ടി എടുക്കാം. 2 കൊല്ലത്തെ വാറണ്ടി ഓൾറെഡി എന്തായാലും ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എത്ര ഇതിൽ ചോദിക്കുന്നത്? ഇത് 14 ലക്ഷം രൂപ വരുന്നത്. 14,50,000 രൂപയ്ക്ക് 2022 11 മാസം AX3 ബേസ് ഓപ്ഷൻ ഈ ഒരു ഡീസൽ XUV 700 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ട്? ലോൺ ഇതിൽ ഞാൻ പറഞ്ഞാൽ ഒരു 90% നമ്മൾ ലോണും കിട്ടും അല്ലേ? 13 ലക്ഷമൊക്കെ എന്തായാലും കയറാൻ ചാൻസ് ഉണ്ട്. ഒരുമാതിരി ബേസിക് ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവില്ലേ? എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം ഉണ്ട്. ഓക്കെ. അടുത്ത വണ്ടിയിൽ അങ്ങനെ 700 നമ്മൾ ചേട്ടനിലേക്ക് എത്തിയിരിക്കുകയാണ്. 500 ഇവരെ നിർത്തിയിട്ടാണ് മറ്റേ വന്നത് അല്ലേ? XUV 500 മഹീന്ദ്ര KL 25 പുനലൂർ രജിസ്ട്രേഷൻ ആണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡലാണ്. XUV 500 W11 ഓട്ടോമാറ്റിക്കിലാണ് വരുന്നത്. 2018 മോഡൽ. 18 W11 ഓട്ടോമാറ്റിക്. ഓക്കെ. ഓട്ടോമാറ്റിക് വണ്ടി, ഓട്ടോമാറ്റിക് ഡീസൽ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആണ് വരിക. ഓട്ടോ എത്ര പോയി? ഇത് 1.60 ഓടിയിട്ടുണ്ട്. വാറണ്ടി കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. ആ കിലോമീറ്റർ കൂടിയത് കൊണ്ടാണ് വാറണ്ടി ഇല്ലാത്തത്. പക്ഷേ നിങ്ങൾ ഫുൾ ഇൻസ്പെക്ട് ചെയ്തെടുത്ത വണ്ടിയല്ല? എല്ലാ ചെക്ക് പോയിന്റ്സും നോക്കി എടുത്ത വണ്ടിയാണ്. 42 ചെക്ക് പോയിന്റ് ഉണ്ട്. അത് ക്ലിയർ ചെയ്തിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അത്രയും ചെക്ക് പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വണ്ടി ഫിറ്റാണോ ഇല്ലയോ എന്നുള്ള അവർ ഉറപ്പ് വരുത്തുന്നുണ്ട് അല്ലേ? ഓക്കെ. പ്രോപ്പർ സർവീസ് ഉണ്ടോ? ഹിസ്റ്ററി ഉണ്ടോ? ഇതിന് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കറക്റ്റ് ആണ് അല്ലേ? എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? നമ്മൾ ചോദിക്കുന്നത് 9.4 ലക്ഷം രൂപ. 9,25,000 രൂപയ്ക്ക് 2018 മോഡൽ W11 ഓട്ടോമാറ്റിക് ഡീസൽ 1,60,000 കിലോമീറ്റർ ഓടിയ ഈ ഒരു XUV 500 നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ലൊരു എന്താ പറയുക, ബ്ലാക്ക് കളർ വണ്ടി തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ഇതാ ഒരു അടിപൊളി സാധനമുണ്ട്. കുറച്ച് ഓട്ടം പോയിട്ടുണ്ട്, അതേ ഉള്ളൂ. ഓക്കെ. ലോണ് എത്ര കയറും? ലോൺ ഇതുപോലെ തന്നെ 90% നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ എങ്ങനെയുണ്ട്?
നീറ്റാണല്ലോ. അതെ അതെ അതെ. ഓക്കെ, അങ്ങനെ കാണാറില്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് ഇതാ വീണ്ടും ഒരു കിയ സോണറ്റ്. നേരത്തെ കണ്ടതിൻ്റെ അടുത്ത ജനറേഷൻ സോണറ്റ് ആണ്. KL59 കണ്ണൂർ തളിപ്പറമ്പ് രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഇതെങ്ങനെയാണ് ജിഷ്ണു കാര്യങ്ങൾ? കിയ സോണറ്റ് HTX ആണ് വേരിയന്റ്. ഡീസലാണ്. അതെ അതെ, ടോപ്പിന്റെ താഴേക്ക് താഴെ ഡീസലാണ്. 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. മോഡൽ ഏതാ? 2022 മോഡലാണ്. 22-ല് 33,000 ഡീസൽ. അതായത് ഡീസലിനെ സംബന്ധിച്ചിട്ട് ഒരു പെട്രോൾ വണ്ടിയുടെ ഓട്ടേ പോയിട്ടുള്ളൂ. ഒരു ഏവറേജ് എടുക്കുകയാണെങ്കിൽ 15,000 to 20,000 ആണ് ഡീസൽ വണ്ടി ഒരു കൊല്ലം ഓടുന്ന കണക്കാക്കുന്നത്. പെട്രോൾ വണ്ടിയാണെങ്കിൽ ഒരു 10,000 കിലോമീറ്റർ അങ്ങനെയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ വളരെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ എന്തായാലും 2 year വാറണ്ടി ലഭിക്കുന്നുണ്ട്. 18-20 റേഞ്ച് മൈലേജ് ആണ് ഹൈലൈറ്റ് അല്ലേ? നല്ല ഹൈലൈറ്റ് മൈലേജ് ആണ്. HTX 2022 ഡീസൽ മാനുവൽ അല്ലേ? ഓക്കെ, വേറെ മേജർ ക്ലെയിമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, ടയേഴ്സ് ഏകദേശം ഇതായിട്ടുണ്ട്. ഓക്കെ, എത്ര ചോദിക്കുന്നതിന്? 9,60 ചോദിക്കുന്നത്. എത്ര? 9,60. നെഗോഷ്യബിൾ ആണ്. മാക്സിമം റേറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് 9,60,000. ഓക്കെ, പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്തായാലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഡീസലാണ് വണ്ടി, HTX ആണ്. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്ന വണ്ടിയാണ്. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അലോയ്സും വരുന്നുണ്ട്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒക്കെ വരും. ടോപ്പിലേക്ക് പോകുമ്പോൾ സീറ്റ് വെന്റിലേഷൻ ഉണ്ടാവില്ല, വയർലെസ് ചാർജർ ഉണ്ടാവില്ല. അങ്ങനത്തെ മാറ്റങ്ങളാണുള്ളത്. അടുത്ത വണ്ടിയിലേക്ക് അടുത്ത മാരുതി സുസുക്കി ബലേനോ KL10 മലപ്പുറം രജിസ്ട്രേഷൻ വാഹനം. അതെങ്ങനെയാണ് ഡീറ്റെയിൽ ബ്രോ? ഇത് നമ്മളെ മാരുതി ബലേനോ സിഗ്മയിലാണ്, ബേസ് മോഡലാണ് വരുന്നത്. 2018 മോഡല്. 18 ബേസ് പെട്രോൾ വരുന്നത്. പെട്രോൾ വേരിയൻ്റ് ആണ്, ബേസ് ആണ്. 2 door പവർ വിൻഡോ വരും, AC, പവർ സ്റ്റിയറിംഗ്, സെൻട്രൽ ലോക്കും വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, കീ ഒക്കെ വരുന്നുണ്ട്. ഓട്ടം 70,000 കിലോമീറ്റർ ഓട്ടം. 70,000. സർവീസ് ഉണ്ടോ? സർവീസ് ഒക്കെ പക്ക സർവീസാണ്. പക്ക സർവീസാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ? അതെ അതെ അതെ. ഒരു ക്ലെയിമും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 2 year വാറണ്ടി അവൈലബിൾ ആണ്. ഓക്കെ, ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. എത്ര ഇതിനിപ്പോൾ ചോദിക്കുന്നത്? ഇതിൻ്റെ ചോദ്യം വരുന്നത് 4,60. 4,60,000 രൂപയ്ക്ക് 2018 സിഗ്മ ബേസ് ഓപ്ഷൻ ബലേനോ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണൊക്കെ ഒരു 90%. നമ്മൾ 4 ലക്ഷം രൂപ വരെ 4 ലക്ഷം വരെ ചാൻസ് ഉണ്ട് അല്ലേ? ഓക്കെ, വേറെ വർക്കൊന്നുമില്ലല്ലോ ഇപ്പോൾ? കാര്യങ്ങളൊന്നുമില്ല. ഇവരുടെ 2 year വാറണ്ടിയും കിട്ടും കേട്ടോ. വണ്ടിക്ക് വാറണ്ടി എടുത്ത് വെച്ചാൽ സേഫ് ആണ്. അതെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത നേരത്തെ കണ്ട ബലേനോന്റെ അടുത്ത ഷേപ്പ് ബലേനോ ആണ്. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ അല്ലേ? അതെ അതെ അതെ. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ. ബലേനോ സിഗ്മ സെയിം വേരിയന്റ് ആണ് വരുന്നത്. സെയിം ബേസ് ഓപ്ഷൻ തന്നെയാണ്. 20 ഓണർ വണ്ടി. 20 മോഡലുണ്ട്. 2 വർഷം കൂടി അല്ലേ ഇതിലേക്ക് വരുമ്പോൾ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. മറ്റേനെ അപേക്ഷിച്ചിട്ട് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 33,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതെ, ലോ കിലോമീറ്റർ ആണ്. അതിന് പിന്നെ 2 വർഷം കൂടി പഴക്കമുണ്ട്. അതും പോയിട്ടുണ്ട്. ഓക്കെ, ആക്സിഡന്റോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. വാറണ്ടി അവൈലബിൾ ആണ്. സർവീസ് ഒക്കെ പക്കയാണ്. സർവീസ് ഒക്കെ ക്ലിയർ ആണ്. ഓക്കെ, എത്ര ചോദ്യം? 5,60. 5,60,000 2020 സിഗ്മയാണ്. ഓക്കെ, താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കാം. ലോണും 90% കാര്യമുള്ളൂ. 90%. ഓക്കെ, ബലേനോ മൈലേജ് ഒരു 13-16 റേഞ്ച് ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? അതെ. അടുത്ത വണ്ടി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. പഴയ ഷേപ്പ് KL18 വടകര രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2014 സ്വിഫ്റ്റ് VXI സെക്കൻഡ് ഓണറിലാണ് വണ്ടി വരുന്നത്. ഓക്കെ, 14 മിഡിൽ ഓപ്ഷൻ പെട്രോൾ വണ്ടിയാണ്. അതെ, ഒരു 13-16 ഏകദേശം മൈലേജ് പ്രതീക്ഷിക്കാം. ഓട്ടോ എത്ര പോയി? 70,000 കിലോമീറ്റർ. ആ ഒരു വർഷം സംബന്ധിച്ച് വളരെ കുറഞ്ഞ കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ? 2014 VXI. എത്രയാണ് ചോദ്യം? ഇതിൻ്റെ 3.5 ലക്ഷം. 3,50,000 ചോദ്യമാണ്. കുറച്ച് കൊടുക്കാം. നമുക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ, 3.5 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു അടിപൊളി പെട്രോൾ സ്വിഫ്റ്റ് കൊണ്ടുപോകാം. ഈ ഷേപ്പ് തപ്പി നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിക്കാം. ഇതിൽ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. AC, പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടാവും അല്ലേ? അതെ അതെ. ഓക്കെ, അപ്പോൾ അത്രയുള്ള കാര്യങ്ങൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. കാരണം ഇവിടെ ഇപ്പോൾ സ്റ്റോക്ക് ഇത്രയും വെച്ചിട്ടുള്ളൂ അല്ലേ? അതെ, ബാക്കി ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെക്കുന്നതിന് പരിമിതി ഉണ്ട്. അതാണ്, ഹൈവേ സൈഡിൽ തന്നെയാണ്. അപ്പോൾ ചെറിയ ഏരിയ കുറച്ച് കുറവാണ്. ഇവരുടെ യാർഡിൽ വേറെ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണാം അല്ലേ? വിഷ്ണു അല്ലേ? ജിഷ്ണു. അതെ. താങ്ക് യു. ബൈ.